ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് ഹിറ്റ്ലർ അടക്കം ഞാൻ ചോദിക്കണം, ചന്തു നായറിനെ ചൂണ്ടിക്കാണിക്കാമോ? അവനവൻ്റെ അപ്പനെ കൊന്നു, അമ്മയെ കൊന്നു, സഹോദരിയെ കൊന്നു, ഭാര്യയെ കൊന്നു, ആരെ വേണമെങ്കിലും ഒരു കൊല്ലും. ഷേഖ് ഹസീന രക്ഷപ്പെട്ടതാണ്. ഈ ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരെയാണ് അവിടെ കൊന്നത്? മറ്റേ ഷേഖ് മുജീബുർ റഹ്മാനാണ് അന്ന് വിളിച്ച് ഇന്ത്യ ആയിട്ട് ചേർന്ന്, അയ്യോ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. നമ്മൾ രക്ഷപ്പെടുത്തി, ഇന്ത്യക്ക് ഇട്ട് പണിത്. ഇന്ത്യക്കാരെ കൊന്നു, ഹിന്ദുക്കളിലാണ് അവർ കയറി പണിയുന്നത്, ഹിന്ദുക്കളെ ഉപദ്രവിച്ചു. അത് കഴിഞ്ഞ് വേറൊറ്റ വന്നു, റഹ്മാൻ, ഇപ്പോഴത്തെ ഖാലിം സിയയുടെ ഭർത്താവ്, അവൻ വന്നു, അവനെ തട്ടി. ഇത് നമ്മളാരും അല്ല തട്ടിയത്, പാകിസ്ഥാനും അല്ല തട്ടിയത്, അവനെ തട്ടി ബംഗാളികൾ. അത് കഴിഞ്ഞ് വേറൊരു മിലിറ്ററി റൂളർ വന്നു, അവനെയും തട്ടി. ഇപ്പൊ യൂനിസിനെ ബിൽക്ലിനെ പിടിച്ചോണ്ടെന്നാണ്. ഈ യൂനിസിനെ ഇവർ തട്ടും, ഇവർ ആരെ വേണമെങ്കിലും തട്ടും. ഹൈലി അണ്ടർലേബിൾ. ഇനി ഷേഖ് ഹസീനയിലേക്ക് വരാം. ഷേഖ് ഹസീന നമ്മളോട് സ്നേഹമായിട്ടൊക്കെ നിൽക്കുന്നു. പക്ഷെ അവരെ ഭരണകാലത്ത് ഈ ചിലര് തൊപ്പി വെച്ച അപ്പനെ കാണുമ്പോൾ ചോദിക്കും, എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. അല്ല, ഇപ്പം അടുത്ത കാലത്തായിട്ട് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമും അതോടൊപ്പം തന്നെ ഹമാത്തെ ഇസ്ലാമും രണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അവർ ഈ രാഷ്ട്രീയ ഇടപെടലുകളിലേക്ക് നേരിട്ടെത്തുന്നു. ഈ പറഞ്ഞ തീരുമാനങ്ങൾ കൈക്കൊള്ളാനായിട്ട് യൂസഫ് പിന്നെ പ്രേരിപ്പിക്കുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് കാര്യം നീങ്ങിയിട്ടുണ്ട് അല്ലേ? അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ ബംഗാളിയുടെ DNA പറഞ്ഞാലല്ലേ നമുക്ക് ആ കാര്യം പറയുമ്പോൾ ആൾക്ക് മനസ്സിലാവുള്ളൂ. ഷേഖ് ഹസീന പോലും, ഞാൻ പറയുന്നത് ഷേഖ് ഹസീന പോലും അതിൽ നിന്ന് വിഭിന്നമല്ല ഈ DNA-യിൽ. അവർ അന്ന് നിവൃത്തിയില്ലാത്ത നമ്മളവിടെ നിന്നാണ്. പക്ഷേ നമ്മൾ ഇവിടുത്തെ കോട്ടൺ എല്ലാം കൊടുത്ത്, ബംഗ്ലാദേശിന് കോട്ടൺ ഇല്ല, കോട്ടൺ എല്ലാം കൊടുത്ത് ലോകത്തിലെ സെക്കൻഡ് ബിഗസ്റ്റ് എക്സ്പോർട്ടറായി, തുണി എക്സ്പോർട്ടറായി. അവരുടെ പാകിസ്ഥാൻ്റെ മോളിൽ പോയി GDP. ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഇന്ത്യയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച് കിടക്കട്ടെ, നമുക്ക് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണിത്, അതുകൊണ്ട് നമ്മളവിടെ സ്നേഹമായിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചു. അവർ ചെയ്ത പണികൾ എന്താണെന്നറിയാം. ബംഗ്ലാദേശ് ഓഫീസ് അവിടെ ഉണ്ടായിരുന്നു UN-ൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, വി ഹാവ് MiG-29. MiG-29 അന്നത്തെ ടോപ്പ് ഇതാണ്, എയർക്രാഫ്റ്റാണ്, റഷ്യയുടെ ടോപ്പ്. ഇന്ത്യക്കുണ്ട്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിന് MiG-29? ആരെ ആക്രമിക്കാൻ? അല്ല, ലെറ്റ് us have it. അത് ഇന്ത്യ ഉദ്ദേശിച്ചാണ്. MiG-29 അന്ന് പാകിസ്ഥാനായിട്ട് അവർക്ക് ശത്രുതയില്ല.